ഫ്രണ്ട്സ്, ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നടന്നൊരു എക്സാം ഇല്ലേ, ആ എക്സാമിൻ്റെ ക്വസ്റ്റിനും ആൻസർ ചെയ്യുമാണ്. മറ്റേ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അറ്റൻഡർ എന്നും പറഞ്ഞിട്ടൊരു എക്സാം അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് എനിക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കാണേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? എല്ലാവർക്കും അറിയാലോ അല്ലേ, സംവാദ് കൗമുദി. എല്ലാവരും ആൻസർ ഉത്തരം ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഡി.കെ. കാർവേ. വിഷ്ണു കൃഷ്ണ ചിപ്ലുകൾ നിർബന്ധിതമാവില്ല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? അബിനേന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനാ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരു തവണ. പിന്നെ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? N.V. കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? റഷ്യ. ഇതൊക്കെ വളരെ സിമ്പിളല്ല, എല്ലാവർക്കും അറിയാമായിരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ആർക്കെങ്കിലും അറിയാവോ? നമ്മുടെ ആരാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? അതും വളരെ സിമ്പിളായിരുന്നു. ബാലഗംഗാധര തിലകായിരുന്നു ഉത്തരം. പിന്നെ തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം പുന്നപ്ര വയലാർ സമരമായിരുന്നു. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നതെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. വെല്ലൂർ കലാപമാണ് ഉത്തരം വരിക കേട്ടോ. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാൻ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരൻ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? K.M. മുൻഷി കേട്ടോ. K.M. മുൻഷി. പിന്നെ അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യനാണ്. 102ാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തപ്പെട്ട പുതിയ അനുച്ഛേദം 338B ആണ് ഉത്തരം വരുന്നത്. അനുച്ഛേദം 338B ആണ് ഉത്തരം വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യനാണ്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ് ഉത്തരം വരിക. അനുച്ഛേദം 21A ആണ് ഉത്തരം വരിക. ഓക്കെ, പിന്നെ 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയുടെ ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. 17 യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം. ഇനിയും 18ാമത്തെ ക്വസ്റ്റ്യനാണ്. തന്നിട്ടുള്ള പ്രസ്താവനയിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വരുന്നത് 1, 3, 4 ഓക്കെ, അതിൻ്റെ ഉത്തരം വരുന്നത് 1, 3, 4 ഏതൊക്കെയായിരുന്നു? 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഇതാണ് ഉത്തരം വരുന്നത് കേട്ടോ അതിൻ്റെ. ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നതിൽ നീതി ആയോഗ് സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നതാണ് തെറ്റായ
ഉത്തരം വരിക. ഓക്കെ, പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിക്കപ്പെട്ടത്? ഉത്തരം വരിക ഓപ്പറേഷൻ ചെഗിസ്ഥാൻ. ഓക്കെ, ചെഗിസ് ഖാൻ, ഓപ്പറേഷൻ ചെഗിസ് ഖാൻ. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യന് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഉത്തരം വരുന്നത് ഗാന്ധിജിയുടെ മരണം. ഓക്കെ, ഉത്തരം ഗാന്ധിജിയുടെ മരണം. പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച് നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം മൈസൂർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയുടെ ഓടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്? ആ രാജ്യം ഓസ്ട്രേലിയയാണ്. ഓക്കെ, ഉത്തരം വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കുടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. ഉത്തരം വരിക വിഴിഞ്ഞമാണ്. പിന്നെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരിക അതിൻ്റേത് 3ഉം 5ഉം മാത്രം. ഓക്കെ, അതിൻ്റെ ഉത്തരം വരുന്നത് 3ഉം 5ഉം മാത്രം കേട്ടോ. സി, ഉത്തരം സി ആണ് വരുന്നത്. ഓക്കെ, അത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ചെയ്യാൻ പറ്റാണ്ട്. ഓക്കെ, ഉത്തരം സി ആണ്. ഇനി അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക എന്നായിരുന്നു ചോദ്യം. അത് ഉത്തരം ഡി, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ഇതാണ് ഉത്തരം വരിക. ഞാൻ പറഞ്ഞില്ല എല്ലാം ഇങ്ങനെ നമ്മൾ ഓരോന്നും വായിക്കണം, നല്ല സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ഒന്നും പറഞ്ഞിട്ടില്ല, അതുപോലെ വരുന്നത് കണ്ടില്ലേ. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുത്താത്ത തീരസമതലം കണ്ടെത്തുക. ഉത്തരം വരുന്നത് സോറി കേട്ടോ, 26ാമത്തേൻ്റെ ഉത്തരം ഉത്തരം ഡി തന്നെ. ഓക്കെ, 27ാമത്തിൻ്റെ ഉത്തരം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുത്താത്ത തീരസമതലം കണ്ടെത്തുക. ഉത്തരം വരുന്നത് വടക്കൻ സിർക്കാട് തീരമാണ് ഉത്തരം വരിക. ഓക്കെ, വടക്കൻ സിർക്കാട് തീരം. പിന്നെ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. അതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഉപദ്വീപ് പീഠഭൂമി, ഛോട്ടാ നാഗപ്പൂർ. ഇതാണ് ഉത്തരം കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 29ാമത്തേത് 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക എന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. പിന്നെ അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? കറണ്ട് അഫയേഴ്സ് UN സെക്രട്ടറി ജനറലാണ്. പിന്നെ പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗേളാണ് തെറ്റ്. ഇനി അടുത്ത ചോദ്യം. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. ഓക്കെ, ഉത്തരം ഇറാനാണ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം വരുന്നത് ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ഓപ്ഷൻ വരുന്നത് കണ്ണൂരാണ്. ഓപ്ഷൻ വരുന്നത് 1ഉം 2ഉം, കണ്ണൂരും കാസർഗോഡും വരും. ഓപ്ഷൻ എ ആണ്. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? അത് ഓപ്ഷൻ 78. ഓപ്ഷൻ എ 78. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. 36ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം സി ആണ്, അഷ്ടമുടി കായൽ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഈ ഓപ്ഷൻ ബി ആണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്തത് 38ാമത്തെ. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ വരുന്നത് ബി ആണ്, ഷോളയാർ, പാലക്കാട്. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആറളം.
വരയാടുകളെ പ്രധാനമായി കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം വരുന്നു ബി ആണ്, ഇരവികുളം ദേശീയോദ്യാനം. പിന്നെ 41ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിൽ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 5 ആൻസർ വരുന്നത്. അടുത്തത്, ഈ തവണ അർജുന അവാർഡ്, 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് അത്ലറ്റിക് ആണ്. പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പിന്നെ നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 44ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി ആണ് ആൻസർ, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്തത് 45ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തെ വന്യജ ഭരണം എന്ന് വിശേഷിപ്പിക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, വൈകുണ്ഠ സ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? 46ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? 47ാമത്തെ ക്വസ്റ്റ്യനിൽ ഉത്തരം സി ആണ് വരുന്നത്, ദഹനം സുഗമമാക്കാൻ. ഇനി അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്താണ്? 49ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്താണെന്നാണ് ഉള്ളത്. അതിൻ്റെ ആൻസർ ആദിത്യ L1, ഓപ്ഷൻ എ, ആദിത്യ L1. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന വേദി എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ വരുന്നത് ഇതിലൊന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ സങ്കരീനം നെല്ലിനങ്ങൾ ഏവ? അതിൻ്റേത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരിക, പവിത്ര, അന്നപൂർണ. ഉപയോഗിച്ച ശേഷം 55ാമത്തെ ക്വസ്റ്റ്യൻ, ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക, മണ്ണിലെ ജൈവവസ്തുക്കൾ വിഘടിച്ച് ഫലപുഷ്ടികൾ വർദ്ധിക്കുന്നു എന്ന്. തെറ്റല്ലേ? പിന്നെ 56ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികൾക്കും നാഡികളുടെ പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യന്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 ശരി 3 ശരി. ഓക്കെ, 1 ശരി 3 ശരി. പിന്നെ അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ എന്നാണ് ക്വസ്റ്റ്യന്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 2 ശരി 3 ശരി, അതാണ് വരിക. 58ാമത്തത്, 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? എല്ലാവർക്കും സുപരിചിതമായ ഒരു ജില്ലയല്ലായിരുന്നു? കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്തു വർഷമായാണ് ആചരിക്കുന്നത്? ചെറുധാന്യങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, ചെറുധാന്യങ്ങൾ. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക എന്നതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സിങ്ക് ഗലീന. ഒരു വയസ്സിന് താഴെ അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നത് എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? 61ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ 61, ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. പിന്നെ 62ാമത്തെ ക്വസ്റ്റ്യൻ, എന്തു കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടതാണ് മൗഗ്നി ബാവേലി ലൂയിസ്, ഇ ബ്രൂസ് അലക്സി, ഐ ഇക്കോമവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ക്വാണ്ടം ഡോട്ട്സ്. അടുത്തത് 63, ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓപ്ഷന് സി ആണ്, 4 മാത്രം. ബാക്കിയെല്ലാം ശരിയാണ്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് അവസാന ഘട്ടത്തിലുള്ള ക്രിയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന
പ്രൊപ്പലൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. 65ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദിക്കുന്നത്. 65. അതിൻ്റെ അകത്ത് ആൻസർ ഓപ്ഷൻ വരുന്നത് എ ആണ് 3. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 66. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. 66ൻ്റെ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. ഇനി 67, ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 67ൻ്റെ ഓപ്ഷൻ വരുന്നത് എ ആണ്, ബാക്ടീരിയ. കൊതുക് സ്വീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവാന്നാണ് 68ാമത്തെ ക്വസ്റ്റ്യൻ. 68ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2 ശരി, 4 ശരി. പിന്നെ 69ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 ശരി, 2 ശരി. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്റ്റെതസ്കോപ്പ്. 71ാമത്തെ ക്വസ്റ്റ്യൻ, വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണെന്നുള്ളത്. പിന്നെ 72ാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 72ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് വരുന്നത്, കണ്ണ്. അടുത്തത് 73ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. 73ാമത്തെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡയറിയ, ബാക്ടീരിയ. അടുത്തത് 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. 74 ഓപ്ഷൻ എ ആണ്, 1 ശരി, 2 ശരി. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യന്. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ബി ആണ്, വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണെന്നുള്ളത്. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാം എന്നാണ് ആൻസർ. ഓപ്ഷൻ വരുന്നത് സി ആണ്, 1 ശരി, 4 ശരി എന്നുള്ളത്. പിന്നെ അടുത്ത 77, ഡിവൈസ് ക്ലോഷൻ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം ശരിയെ. ഓക്കെ. അടുത്തത്